17 ഡിവിഷനുകളുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ യു.ഡി.എഫിന് 8ഉം എൽ.ഡി.എഫിന് 7ഉം ബി.ജെ.പിക്ക് 2ഉം അംഗങ്ങളാണുള്ളത്. ബി.ജെ.പി എൽ.ഡി.എഫിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ജില്ലാ പഞ്ചായത്തിൽ അനിശ്ചിതത്വമുണ്ടായത്. എന്നാൽ ബി.ജെ.പി പിന്തുണയോടെ വിജയിച്ചാൽ ഉടൻ രാജിവെക്കുമെന്ന് എൽ.ഡി.എഫ് പ്രഖ്യാപിച്ചിരുന്നു. വോട്ടെടുപ്പിന് തൊട്ടുമുമ്പാണ് നാടകീയമായി ബി.ജെ.പി തങ്ങളുടെ നിലപാട് തിരുത്തിയത്. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഭാരതത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള ബി.ജെ.പി സ്വമേധയാ നിരുപാധികമായിട്ടുള്ള പിന്തുണ നൽകാമെന്ന് പറഞ്ഞപ്പോൾ അതിനെ തിരസ്കരിക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള നടപടിയല്ല. പിന്നീട് നടന്ന വോട്ടെടുപ്പിൽ യു.ഡി.എഫിലെ എ.ജി.സി ബഷീറിന് 8 വോട്ടും എൽ.ഡി.എഫിലെ ഡോക്ടർ വി.പി.പി മുസ്തഫയ്ക്ക് 7 വോട്ടും ലഭിച്ചു. 2 ബി.ജെ.പി അംഗങ്ങൾ വിട്ടുനിന്നു. ബി.ജെ.പിയുടേത് വിലപേശൽ തന്ത്രമായിരുന്നുവെന്ന് എൽ.ഡി.എഫ് ആരോപിച്ചു. ലീഗിനെ എതിർക്കുന്നു എന്ന് ആദ്യം പരസ്യമായി പറയുകയും എന്നാൽ അതിന്റെ മറവിൽ ശരിയായ ബ്ലാക്ക് മെയിലിംഗ് നടത്തിക്കൊണ്ട് ഈ ജില്ലയിലെ ലീഗിന്റെ സമ്പന്ന നേതൃത്വവുമായി കൃത്യമായ കൂട്ടുകൃഷി നടത്തിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യു.ഡി.എഫിൽ പ്രസിഡന്റ് പദവി 2.5 വർഷം വീതം പങ്കിടാൻ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണയോടെ മികച്ച ഭരണമാണ് ലക്ഷ്യമെന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഭാഷാ ന്യൂനപക്ഷങ്ങളോട് ജില്ലാ ഭരണകൂടം അവഗണന കാട്ടുകയാണെന്നാരോപിച്ച് ബി.ജെ.പി പ്രതിനിധി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ വിവരശേഖരണത്തിനായി നൽകിയ ഫോറം കീറിക്കളഞ്ഞു. മീഡിയ 1 കാസർഗോഡ്.